ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാളെ എന്താകുമോ നമുക്ക് പറയാൻ സാധിക്കുമോ? നമ്മുടെ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കുമായിരിക്കും. പഴയ കാലങ്ങളാണ് ഇന്ന് ആക്കിയതെന്ന് പല പഠനങ്ങൾ പറയുന്നുണ്ട്. വി ആർ ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് അവർ പാസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുമെന്നാണ് ബെഞ്ചമിൻ ഹാർഡി പറയുന്നത്. ദ സയൻസ് ഓഫ് ഇന്റൻഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ടൈറ്റിൽ ക്യാപ്ഷനോട് കൂടി എഴുതിയ പുസ്തകമാണ് ബി യുവർ ഫ്യൂച്ചർ സെൽഫ് നൗ. നാളത്തെ നിങ്ങൾ ഇന്നാകുക, അത് സാധിക്കുമെന്നാണ് ബെഞ്ചമിൻ ഹാർഡി പറയുന്നത്. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഡിക്ഷൻ മെഷീനാണ്. നാളെ എന്താകുമെന്ന് തീരുമാനിക്കാൻ ശക്തിയുള്ള ഒന്നാണ് ബ്രെയിൻ. പക്ഷെ നാം എപ്പോഴും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത് വി ആർ ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് അവർ പാസ്റ്റ്. കഴിഞ്ഞ കാലത്തിലെ ചിന്തകൾ, കഴിഞ്ഞ കാലത്തിലെ പ്രവൃത്തികൾ, കഴിഞ്ഞ കാലത്തിലെ എക്സ്പീരിയൻസുകൾ, അതെല്ലാമാണ് നാം ആയിരിക്കുന്നത്. അതിന് പേരാണ് ഡിറ്റർമിനിസം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കാലത്തിലെ എല്ലാമാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സായും ചിന്തിക്കാൻ സാധിക്കും. അതിന് പറയുന്ന പേരാണ് പ്രോസ്പെക്ഷൻ. ഫ്യൂച്ചർ നമുക്ക് ഇപ്പോൾ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ബി യുവർ ഫ്യൂച്ചർ സെൽഫ് നൗ, ദ സയൻസ് ഓഫ് ഇന്റൻഷണൽ ട്രാൻസ്ഫോർമേഷൻ. മനസ്സ് വെച്ചാൽ നാളത്തെ ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ നാളെ നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ബെഞ്ചമിൻ ഹാർഡി പറയുന്നത്. പുസ്തകം വേണമെങ്കിൽ വായിക്കാം. ഈ പുസ്തകത്തിൽ 7 ത്രെറ്റിനെ കുറിച്ചും 7 ട്രൂത്തിനെ കുറിച്ചും 7 ഫ്യൂച്ചർ സ്റ്റെപ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. ഏതെല്ലാം ത്രെറ്റിനെയാണ് മറികടക്കേണ്ടത്, ഏതെല്ലാമാണ് പരമമായ സത്യങ്ങൾ എഴുതണം, പിന്നെ ഫ്യൂച്ചറിൽ നാം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്യൂച്ചർ നിശ്ചയിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള 7 സ്റ്റെപ്പുകൾ. പുസ്തകം തീർച്ചയായും വായിക്കുക. ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നാളെ ഇന്നതാകുമെന്ന് ഇപ്പോഴേ തീരുമാനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എത്രയോ മനോഹരമായ കാര്യമായിരിക്കും. ഇന്നലത്തെ ചിന്തകളാണ് ഞാനെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എത്രയോ വലിയ മാറ്റമായിരിക്കും വരാൻ പോകുന്നത്. മനുഷ്യരൊക്കെയും തളച്ചിടുന്നത് അവരുടെ ലിമിറ്റിംഗ് ബിലീഫ്സിലാണ്, ലിമിറ്റിംഗ് തോട്ട്സിലാണ്. നേരത്തെ തന്നെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ, ഇപ്പോൾ തന്നെ സ്വിച്ച് ചെയ്തിരുന്നുവെങ്കിൽ, നമ്മുടെ ഫ്യൂച്ചർ സെൽഫിനെ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു നമുക്ക് ആകുവാൻ സാധിക്കുമായിരുന്നു. കഴിഞ്ഞത് ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല എങ്കിലും ഇനിയും നമുക്ക് ഫ്യൂച്ചറിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ബെഞ്ചമിൻ ഹാർഡി പറയുന്നത്. എത്ര പഴകിയാലും എത്ര കാലം കഴിഞ്ഞു പോയാലും ഇനിയും സാധിക്കുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ ഹാർഡി പറയുന്നത്. അതൊരു ട്രൂത്താണ്. ഈ ത്രെറ്റുകളെ മറികടക്കുവാനായിട്ട് സാധിക്കും. ത്രെറ്റ് ഹോപ്പിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും എൻവയോൺമെന്റിനെ കുറിച്ചും ഡിസ്കണക്റ്റഡ് ഫ്യൂച്ചറിനെ കുറിച്ചും സ്മോൾ ഗോൾസിനെ കുറിച്ചും നോട്ട് ബീയിങ് ഇൻ ദ അറീന എന്ന വിഷയത്തെക്കുറിച്ചും സക്സസ് കാറ്റലൈസ് ദ ഫെയിൽ എന്ന വിഷയത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. തീർച്ചയായും വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ഫ്യൂച്ചറിനെ ഇന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുമോ? അതിലൂടെ ഒരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുമോ? നമ്മുടെ അടുത്ത ജനറേഷനെ ഈ ഒരു വിദ്യ പഠിപ്പിക്കാൻ സാധിക്കുമോ? ബി യുവർ ഫ്യൂച്ചർ സെൽഫ് നൗ. ഇന്ന് ജീവിച്ചുകൊണ്ട് നാളെ ക്രിയേറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ പുസ്തകത്തിൽ ചിന്തകൾ സഹായിക്കുന്നിടയാകട്ടെ. ഓൾ ദ ബെസ്റ്റ്.